ഇട്ടോളൂ ആ ആ ഇട്ടോ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷഫീർ, അതുപോലെ DCC സെക്രട്ടറി ബൈജു മാഷ്, DCC അംഗം സുരേഷ്, മുഹമ്മദ് ഹാജി, അതുപോലെ ബാബു ജോസ് മാഷ്, ഇവിടെ കൂടിയ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവർ, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങളോട് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷി ദിനമാണിന്ന്. ഗാന്ധിയെപ്പറ്റി എന്നെപ്പറ്റി കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളൊക്കെ. എങ്കിലും ആ രക്തസാക്ഷി ദിനത്തിന് ഒരു പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഏറെ ബഹുമാന്യനായ പ്രിയപ്പെട്ട ബൈജു മാസ്റ്റർ, കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ഏട്ടൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കോയിൽ മുഹമ്മദ് ഖാൻ, ബാബുവേട്ടൻ, കൃഷ്ണവരേട്ടൻ, മജീദ് ഖാൻ, റാഫേലേട്ടൻ, ടോമിച്ചേട്ടൻ, നായൻ മാഷ്, പപ്പാട്ടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, അഹിംസാത്മകമായ സമരത്തിലൂടെ ഭാരതാമ്മയ്ക്ക് സ്വാതന്ത്ര്യം നേടുന്ന രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ 77ാം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. ആരായിരുന്നു മഹാത്മാഗാന്ധി? 1869 ഗുജറാത്തിലെ പോർബന്ദർ കരംചന്ദ് ഗാന്ധിയുടെയും ശ്രീബായിയുടെയും ഗാന്ധിജി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാരീസ് രൂപീകരണം കരസ്ഥമാക്കിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും പിന്നീട് ഇന്ത്യയിൽ എത്തിച്ചേരുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു അതുല്യ നേതാവായിരുന്നു പ്രിയപ്പെട്ട രാഷ്ട്രപിതാവായ മഹാത്മജി. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ആരെതിർത്താലും ഇന്ത്യയുടെ മതേതരത്വം കാത്തു സംരക്ഷിക്കുമെന്നും ഗാന്ധിജി എന്ന ദീപ്തം മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഹിംസാത്മകമായ സമരത്തിലൂടെ ഭാരതാമ്മയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പോലെ തന്നെ നമുക്കും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും കാത്തു സംരക്ഷിക്കാൻ മുന്നോട്ട് വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബൈജു മാസ്റ്റർ ക്ഷണിക്കും. DCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുരേഷ് ചാലാറത്ത്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഖാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മജീദ് ഖാൻ, അതുപോലെ തന്നെ നമ്മുടെ ബാബുവേട്ടൻ, മായൻ മാഷ് ഉൾപ്പെടെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ. ഈ ചടങ്ങ് ചെറുതാണെങ്കിലും പ്രൗഢഗംഭീരമാണ്. നമുക്കറിയാം, മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന ദിവസമാണ്. മഹാത്മജിയെ വധിക്കാൻ ഏത് തത്വശാസ്ത്രമാണോ നേതൃത്വം കൊടുത്തത്, അതേ തത്വശാസ്ത്രം തന്നെ അദ്ദേഹത്തെ പൂജിക്കാൻ വേണ്ടി ഉള്ളിൽ ആഗ്രഹമില്ലെങ്കിലും പുറത്ത് ജനകോടികളായ ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൃത്രിമമായി പൂജിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ തത്വശാസ്ത്രത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും എല്ലാം പുച്ഛിച്ച് കാണുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എല്ലാ സ്വാതന്ത്ര്യ ദിനവും കരിങ്കൊടി ഉയർത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു തത്വശാസ്ത്രമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. നമുക്കറിയാം, RSSന്റെ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അയോധ്യയിൽ ക്ഷേത്രം പണിത് അതിന്റെ പ്രതിഷ്ഠയുടെ കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞ വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കുന്നവർ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഗാന്ധിജി ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ഐഡിയോളജികളും തച്ചു തകർക്കപ്പെടുകയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ശക്തി, അതിനുള്ള സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഭരണഘടന ഭേദഗതി ചെയ്യാത്തത്. ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരു സംവിധാനം കൂടി വന്നാൽ പിന്നെ
നമ്മുടെ ഇങ്ങനെ ഒരു കൂട്ടായ്മകളോ ഈ രാജ്യത്തൊന്നുമില്ല. ഒന്നും നടക്കാത്തൊരു രാജ്യമായി ഈ രാജ്യം മാറും. ഇപ്പോഴും സ്വപ്നലോകത്തിന് ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ രാഷ്ട്രമായി പ്രഖ്യാപിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം RSS തത്വശാസ്ത്രം പഠിച്ച ആളുകൾ ഭരണം നടത്തുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കഷ്ടം. ആ കഷ്ടകാലം പിടിച്ച കാലഘട്ടത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഓരോ കോൺഗ്രസ്സുകാരനും ആവേശഭരിതമാകണം. ഓരോ കോൺഗ്രസ്സുകാരനും അതിൽ നിന്ന് വേണം മുന്നോട്ടേക്ക് പോകാൻ. കോൺഗ്രസ് കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലഘട്ടങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട്. ഗാന്ധിജിയിലേക്ക് മടങ്ങി ആ ജനതയെ കൂടെ നിർത്തി മഹത്തായ പോരാട്ടം നടത്തി ഈ രാജ്യത്തെ എല്ലാവിധ സംവിധാനങ്ങളും, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വരെ ഹൈജാക്ക് ചെയ്യുന്ന ഭരണ സംവിധാനത്തെ എന്നേക്കുമായി തൂത്തെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വം എന്ന് കൃത്യമായി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞു, ഈ രാജ്യത്ത് ഓൾറെഡി ഹൈന്ദവ രാഷ്ട്രം വന്നു കഴിഞ്ഞു. ഇനി അതിന് റിക്കാർഡിക്കലി വരാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. കേൾക്കുമ്പോൾ തന്നെ ഭയാനകമാകുന്നു. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആധിപത്യം അത് ലോകത്ത് എവിടെ വന്നാലും അവിടെ ജീവിക്കുന്ന മറ്റുള്ളവരുടെ എല്ലാവരുടെ അവസ്ഥ വളരെ സങ്കടകരമാവും. അത് നമുക്ക് ചുറ്റുപാട്ടത്തുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം നോക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ റിപ്പബ്ലിക് പ്രഖ്യാപിക്കുമ്പോൾ ആ രാത്രിയിലടക്കം ഇരുന്ന് എത്രയോ ആലോചിച്ച് 100 കണക്കിന് പേജുകൾ എഴുതിക്കൂട്ടി നമ്മുടെ ഭരണകർത്താക്കൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മതേതരത്വം എന്ന ഒരു പദം ചേർത്തത്. ഈ രാജ്യത്ത് എല്ലാ ജാതി മതസ്ഥർപ്പെട്ട ആളുകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനും എല്ലാവർക്കും അവരുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാനും മുന്നോട്ടേക്ക് സാധിക്കണം. നമുക്കറിയാം, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമുക്ക് അഭിപ്രായം പറയുക എന്നുള്ളതാണ്. നമുക്ക് ഹൃദയം തുറന്ന് അഭിപ്രായം പറയണം. ഒരാളുടെ എതിർപ്പുണ്ടെങ്കിൽ അയാളോട് നേരിട്ടത് പറയാൻ കഴിയണം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് സൂക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. അല്ലാതെ എല്ലാം പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ അത് ഏകാധിപത്യത്തിലേക്കുള്ള പോക്കാണ്. ഈ രാജ്യം മതാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും പോകുന്നു. ഇന്നിപ്പോ രാവിലെ വളരെ സങ്കടം തോന്നിയ ഒരു വാർത്ത ഞാൻ കണ്ടു. ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ മഹാകുംഭമേള നടക്കുകയാണ് ഉത്തർപ്രദേശിൽ. നമുക്കറിയാം, 144 വർഷം കൂടിയാണ് നടക്കുന്ന കുംഭമേളയാണ്. അത് നടക്കണം. ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംവിധാനമാണ്. അവിടെ തിക്കിലും തിരക്കിലും പെട്ട് കുറെ ആളുകൾ ഇന്ന് മരണപ്പെട്ടു. അവരുടെ മരണത്തിൽ നമ്മൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അവർക്ക് അവിടുത്തെ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് 25 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. അതും നല്ല കാര്യമാണ്. പക്ഷേ അതിന്റെ ഇടയിലൂടെ വായിക്കേണ്ടത്, ഈ രാജ്യത്ത് പല സ്ഥലത്തായി പലപ്പോഴായി പലരും പലതരത്തിലുള്ള അവരവരുടെ മതത്തിന്റെ ഒക്കെ ആഘോഷങ്ങളിലും പല പ്രകൃതി ദുരന്തങ്ങളിലും പലതിലും പെട്ട ആളുകൾ മരണപ്പെടുന്നുണ്ട്. ആ മരണപ്പെടുന്ന ആളുകൾക്കും ജീവൻ തന്നെയാണ് പോയത്. അവരും ഈ 25 ലക്ഷം രൂപയ്ക്ക് അർഹരാണ് എന്നുള്ള ബോധ്യം ഉള്ള ഒരു ഭരണകർത്താക്കൾ ഈ രാജ്യത്ത് വേണം. പക്ഷെ കഷ്ടമെന്ന് പറയട്ടെ, അങ്ങനത്തെ ബോധ്യമില്ല. മരണത്തിൽ പോലും മതവൽക്കരണം നടത്തുന്ന ഭരണകൂടം നയിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് മാറ്റം വരണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ വയനാടിലടക്കം എത്രയോ ജീവൻ പൊലിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ അതറിയാത്ത മട്ടിലിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തെ തൂത്തെറിയാൻ ഗാന്ധിജിയിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തിൽ നിന്ന് ഊർജം കൊണ്ട് ഓരോ കോൺഗ്രസ്സുകാരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢമായ സദസ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷഫീർ, ഈ കഴിഞ്ഞു മഹാത്മജിയുടെ നമ്മുടെ രാജ്യം കണ്ട ലോകം കണ്ട അഭിവന്ദ്യനായ നേതാവ് മഹാത്മജിയുടെ 77ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ഇരിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. നമ്മുടെ ഗാന്ധിജി നമ്മെ ഏൽപ്പിച്ചത് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളാണ് ഇന്ത്യൻ ജനതയെ, ലോക ജനതയെ അദ്ദേഹം ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ത്രിവർണ്ണ പതാകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഐഡിയോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ത്രിവർണ്ണ പതാകയെ വാനിൽ ഉയർത്തി മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമ്മെ ഉത്ബുദ്ധരാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തകരുടെ മനസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആയുധമെടുക്കാതെ നിരായുധരായ ഒരു ജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് അഹിംസ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്, സമാധാനം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് രാജ്യത്തിന് മാതൃകയായി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോക ജനതയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹാത്മജി നമ്മെ വിട്ടുകഴിഞ്ഞത്. മഹാത്മജിയുടെ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹൈന്ദവ വർഗീയവാദികളായിരുന്ന
ജനസംഘത്തിൻ്റെയും അവരുടെ പൂർവ്വപിതാക്കളായ ഹിന്ദു മഹാസഭയുടെയും ആളുകൾ നാത്തുറാം വിനായക് ഗോഡ്സെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയുടെയും ഒക്കെ സഹായത്തോടു കൂടി തന്നെ മഹാത്മജിയെ ധ്യാന നിമിത്തനായിരിക്കുന്ന ഗാന്ധിജിയുടെ നേരെ ഒരു കയ്യിൽ വേദപുസ്തകവും ഹിന്ദുവിൻ്റെ പുസ്തകമായ ഭഗവത്ഗീത കയ്യിൽ എന്തിക്കൊണ്ട് ഹരേ റാം എന്ന് മാത്രം മന്ത്രിച്ചുകൊണ്ടിരുന്ന ആ മഹാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് നെഞ്ചിലേക്ക് തീയുണ്ടകൾ പായിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ രാജ്യത്തിൻ്റെ പെരുമാറിലേക്ക് ഈ രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് അസാസിനേഷൻ ചെയ്യാനാണ് ആ ഗോഡ്സെയുടെ ഹിന്ദുത്വവാദത്തിന് തയ്യാറായിട്ടുള്ളത്. ഇന്ന് അവർ ഉയർത്തിപ്പിടിക്കുന്ന ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരികം കൈയാളുന്ന ആ വ്യക്തികളോട് ആ മഹാനായ മനുഷ്യൻ, ആ മനുഷ്യസ്നേഹി തൻ്റെ ചുണ്ടിൽ ഉരുവിട്ട മന്ത്രം ഹരേ റാം എന്നായിരുന്നെങ്കിൽ ആ ഹരേ റാം എന്ന് ഉച്ചരിച്ച ഭഗവത്ഗീത കയ്യിൽ പിടിച്ച ആ മനുഷ്യനെയാണ്, മഹാത്മാവിനെയാണ് ഹിന്ദു മഹാസഭക്കാർ വെടിവെച്ച് വീഴ്ത്തിയത്. അവർക്ക് ഹിന്ദുക്കളോടോ അതുപോലെ തന്നെ ശ്രീരാമനോടോ ഉള്ള യാതൊരു പങ്കുകൊണ്ടുമല്ല. അധികാരമുണ്ടാക്കാൻ എന്ത് ചെയ്യണം, മഹാത്മജിയാണ് അവരുടെ എതിർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും മഹാത്മജിയെ പിന്തുടർന്നുകൊണ്ട് അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ ഗാന്ധി എന്ന പേരിൽ ഗാന്ധിജിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അറിയപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹവും ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുക. അവിടെയൊക്കെ ഗാന്ധിജിയുടെ പേരിൽ അവരുടെ ശിഷ്യന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമെല്ലാം ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ഗാന്ധിജിയെ ഒഴിവാക്കിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രസക്തിക്കനുസരിച്ച് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഇന്ത്യയിലെ ഭരണഘടനയുടെ നിലനിൽപ്പിനും ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഭരണഘടനാധിഷ്ഠിതമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രതിജ്ഞാബദ്ധമാണ്. അന്ന് ഗാന്ധിജിയുടെ മാർഗത്തിൽ നമുക്ക് അഹിംസാത്മകമായ മാർഗത്തിൽ, സമാധാനപരമായ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനിയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷഫീർ, ഇവിടെ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളും ഗാന്ധിജി നമ്മളിലുണ്ടാക്കേണ്ട കാര്യങ്ങളും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഇവിടെ മുൻപ് പറഞ്ഞവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലായൊന്നും എനിക്ക് പറയാനില്ല. ഗാന്ധിജിയുടെ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ടതും അത് ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കേണ്ടവരുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അനുഭാവികളും. അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധനയാണ് ഇന്നത്തെ ഈ ദിനത്തിൽ നാം നടത്തേണ്ടത്. ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ. ഗാന്ധിജി നടത്തിയ സമരത്തിന് അതേ മാതൃക തന്നെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെയും ഭരണത്തെ മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തനം കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഒന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞതെന്താന്ന് പറഞ്ഞാൽ, പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഗാന്ധി സിനിമ വന്നതുകൊണ്ടാണ് ഗാന്ധിജി ഇത്രമാത്രം അറിയപ്പെട്ടത് എന്നും അംഗീകരിക്കപ്പെട്ടതും എന്നാണ്. അല്ലെങ്കിൽ ഗാന്ധിജി അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തെ പരിഹസിച്ച ആഗസ്റ്റ് 15 എന്നതിന് ആപത്ത് 15 എന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് കേരളം ഭരിക്കുന്നത്. ഈ രണ്ട് ഭരണങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒന്ന് ഫാസിസമാണ്, ഒന്ന് 100% വർഗീയത. ഇതിനെ എതിർക്കാൻ നമ്മളുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആത്മപരിശോധന നാം ഓരോരുത്തരും നടത്തി. ഏറ്റവും കൂടുതൽ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എങ്ങനെയാണോ രണാങ്കണത്തിൽ പടപൊരുതിയത്, അവരുടെ ജീവൻ അല്ലെങ്കിൽ അവർക്ക് നാളെ എന്തെങ്കിലും ഭാവി ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയല്ല, ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളതല്ല. ഓരോ അമ്മമാരും പോകുമ്പോൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ സമരത്തിന് പോകുമ്പോൾ അവർ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് അറിയാത്തവരായിരുന്നു അന്നത്തെ ജനത.
അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് ഭരണത്തിലും നമുക്ക് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ പേപ്പറിലും ഇന്നലെ നടന്ന സംഭവവും കൂടി കേരളത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ജനാധിപത്യ രീതിയിലുള്ള KSUവിൻ്റെ പ്രവർത്തനം നടത്തുന്നവരെ പോലും മാരകമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു പ്രസ്ഥാനത്താണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും, അതായത് തൂത്തെറിയപ്പെടാൻ രീതിയിൽ അതിൻ്റെ രീതി, പ്രവർത്തന രീതി നമ്മൾ കൃത്യമായി നടത്താൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക. അഹിംസാ മാർഗത്തിലൂടെ അക്രമത്തിലൂടെയല്ല ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതം സന്ദേശമാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 100% ആകാൻ നമുക്ക് കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം നമ്മൾ നടത്തുകയും നമ്മൾ അതിന് തയ്യാറാവുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുള്ള എല്ലാ ഭാവങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഷഫീർ, ബഹുമാനായ DCC ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജനുവരി 30 എന്നുള്ളത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ, ഏറ്റവും ആദരപൂർവ്വം നമ്മൾ സ്മരിക്കുന്ന, ഓർക്കുന്ന, ആചരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെക്കുന്ന സമയത്ത് തന്നെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ നായകത്വം വഹിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മളെ രാഷ്ട്രപിതാവെന്ന് ബഹുമാനപൂർവ്വം വിളിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹൈന്ദവ വർഗീയവാദിയുടെ വെടിയുണ്ടയ്ക്ക് മുന്നിൽ രക്തസാക്ഷിത്വം വരിച്ച ആ കറുത്ത ദിനത്തിൻ്റെ ഓർമ്മകളാണ്. അദ്ദേഹം വിട പറഞ്ഞ് 77 വർഷം പിന്നിടുമ്പോഴും ഈ രാജ്യത്തെ ജനകോടികൾ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആ രക്തസാക്ഷിത്വം ആചരിക്കുന്നു. രാഷ്ട്രപിതാവിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ, അതിനുശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലും ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരവോടെ സ്മരിക്കുന്നു. അവരുടെ പാവനസ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ, ഗോഡ്സെ ഇന്ത്യ മരിക്കട്ടെ എന്ന നമ്മുടെ ഒരു വളരെ ചരിത്രപരമായ മുദ്രാവാക്യം, അത് എന്നും ഈ ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഗാന്ധിയുടെ ഇന്ത്യ അത് എന്നെന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുക എന്നുള്ള ദൗത്യമാണ്, പ്രതിജ്ഞയാണ് ഈ രക്തസാക്ഷിത്വ ദിനത്തിലും നമുക്ക് എടുക്കേണ്ടത്. അത് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ രാജ്യത്ത് രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ മതേതരത്വം തകർന്ന ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മജി എന്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയോ ആ രക്തസാക്ഷിത്വം വരിക്കാനുണ്ടായ കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം തൻ്റെ ജീവിതം മതേതര ഭാരതത്തിന് വേണ്ടിയാണ് ബലിയർപ്പിച്ചതെങ്കിൽ ആ മതേതര ഭാരതം ജീവിക്കേണ്ട പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തിയെക്കുറിച്ച് അറിയാനും ആ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും പുതിയ തലമുറയ്ക്ക് അവസരമില്ലാതായ ഒരു ഘട്ടത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്
എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ യുഗത്തിൽ ഗൂഗിൾ പരതിയാൽ ഗാന്ധിജിയെക്കുറിച്ച് അറിയാമെങ്കിലും അത് പരതാൻ പോലും തയ്യാറാകാത്ത ഒരു യുവജന വിഭാഗങ്ങളാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ ഗാന്ധിജി ആരെന്ന് പോലും വിസ്മരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഗാന്ധിജി ജീവാർപ്പണം ചെയ്തത് മതേതര ഭാരതത്തിന് വേണ്ടിയാണ് എങ്കിൽ ആ മതേതര ഭാരതം ഒരു സ്വപ്നമായി മാറി തീരുന്നില്ലേ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒന്ന്, ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയൊട്ടാകെ വർഗീയ സംഘർഷങ്ങൾ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ വർഗീയ സംഘർഷം നടക്കുന്ന നമക്കാരിയിലേക്ക് അദ്ദേഹം നടത്തിയ പദയാത്ര, ശാന്തിയാത്ര, അതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിരിക്കുന്നു എന്നതാണ് സത്യം. ഇതൊന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ പുതിയ തലമുറയിലുള്ള ഭരണാധികാരികൾ ഇല്ല എന്നതും ഒരു സത്യമാണ്. ഭരണാധികാരികളില്ല എന്ന് മാത്രമല്ല, ഗാന്ധിജിയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും പുതിയ തലമുറയെ ഇത് പഠിപ്പിക്കാനുള്ള വേദികളോ അവസരങ്ങളോ ലഭിക്കുന്നില്ല അഥവാ ഉണ്ടാക്കുന്നില്ല എന്ന് കുറ്റസമ്മതം നടത്താൻ പോലും നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ അദ്ദേഹം നൽകിയ അഹിംസാത്മക സമരമാർഗങ്ങളും ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ്. പക്ഷേ അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ബാധ്യതപ്പെട്ടവർ അതിന് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ രാജ്യം ഇന്ന് മതേതര ഭാരതത്തിന് ഭീഷണിയായി തീർന്നിരിക്കുന്നു എന്നതാണ്. ആ ഭീഷണിയെ നേരിടാൻ പുതിയ തലമുറയെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാധിക്കട്ടെ എന്ന് മാത്രം അഭിവാദനം. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ്, നമ്മളിപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ഗാന്ധിജിയുടെ ആശയം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പുതിയ ഭരണകൂടം, അതും BJPയുടെ. അപ്പോൾ നമ്മളെല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഈ ആദർശത്തെ തിരിച്ചു കൊണ്ടുവരാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിയെ പറ്റി പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. കുറേ പേർ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളിൽ ബോധവൽക്കരണം ചെയ്യുന്നില്ല. ഗാന്ധി ഒരു നോട്ടിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ പറയുന്നത്. നമ്മുടെ ഈ ഭരണഘടന ഇങ്ങനെ ആയത് നമുക്ക് വളരെ വിഷമം തോന്നുന്നു. നല്ലൊരു ഹൃദയമുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് മാർക്കോയുടെ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും ഒറ്റ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയുടെ അവസാനിച്ചു.